ഹമാസുമായി യുഎസ് അതിതീവ്രമായ ചർച്ചകൾ തുടരുകയാണെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. എല്ലാ ബന്ദികളെയും വിട്ടയക്കാൻ ഹമാസിനോട് വീണ്ടും ആവശ്യപ്പെട്ടുവെന്നും ബന്ദികളാക്കിയിരിക്കുന്ന ഇസ്രായേലികളെ വിട്ടയച്ചില്ലെങ്കിൽ സ്ഥിതിഗതികൾ കഠിനവും മോശവുമാകുമെന്നും ട്രംപ് പറഞ്ഞു. ഹമാസ് ചില കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ ട്രംപ് എന്നാൽ അതിന്റെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല. 2023 ഒക്ടോബർ 7 ആരംഭിച്ച യുദ്ധത്തിൽ ഹമാസ് 251 ഇസ്രായേലികളെയാണ് ബന്ദികളാക്കിയത്. ഇതിൽ 148 ബന്ദികളെ ഇസ്രായേലിൽ തിരികെ എത്തിച്ചു. ഏകദേശം 50 ബന്ദികൾ ഇപ്പോഴും ഗാസയിൽ തന്നെ തുടരുന്നുവെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇതിൽ 20 പേർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുവെന്നാണ് കരുതപ്പെടുന്നത്. താൽക്കാലിക വെടിനിർത്തൽ നടപ്പാക്കിയാൽ ഏതാനും ബന്ദികളെ കൂടി മോചിപ്പിക്കാമെന്ന് ഹമാസ് വ്യക്തമാക്കിയപ്പോൾ എല്ലാ ബന്ദികളെയും മോചിപ്പിക്കണമെന്ന നിലപാടിലാണ് ട്രംപ്. ബന്ദികളെ വിട്ടയക്കുകയും ഹമാസിനെ നിരായുധനാക്കുകയും ഗാസയിൽ ഇസ്രായേൽ നിയന്ത്രണം ഏറ്റെടുക്കുകയും ഒരു ബദൽ സിവിൽ ഭരണം സ്ഥാപിക്കുകയും ചെയ്താൽ മാത്രമേ ഗാസയിലെ യുദ്ധം അവസാനിക്കൂ എന്ന നിലപാടിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. അതേസമയം താരിഫ് സംഘർഷങ്ങൾക്കിടയിൽ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെക്കുറിച്ചും ഇന്ത്യയെക്കുറിച്ചും പറഞ്ഞ നല്ല വാക്കുകൾക്ക് അഭിനന്ദനമറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്തെത്തിയതും ശ്രദ്ധേയമാവുകയാണ്. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ മഞ്ഞുരുകുന്നതിന്റെ സൂചനയായാണ് ഇതിനെ വിലയിരുത്തുന്നത്. താൻ എപ്പോഴും മോദിയുമായി സൗഹൃദത്തിലായിരിക്കുമെന്നും അദ്ദേഹം ഒരു മികച്ച പ്രധാനമന്ത്രിയാണെന്നും ട്രംപ് പറഞ്ഞിരുന്നു. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒരു പ്രത്യേക ബന്ധമുണ്ട്. ആശങ്കപ്പെടാൻ ഒന്നുമില്ല. നമുക്കിടയിൽ ഇടയ്ക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നുവെന്ന് മാത്രമേയുള്ളൂവെന്നും ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രി ഇതിനെ അഭിനന്ദിച്ച് രംഗത്തെത്തിയത്. ഞാൻ എപ്പോഴും നരേന്ദ്രമോദിയുമായി സൗഹൃദത്തിലായിരിക്കും. അദ്ദേഹം ഒരു മികച്ച പ്രധാനമന്ത്രിയാണ്. അദ്ദേഹം മഹാനാണ്. ഞാൻ എപ്പോഴും സൗഹൃദം പുലർത്തുമെന്നും ട്രംപ് പറഞ്ഞിരുന്നു. എന്നാൽ ഈ പ്രത്യേക നിമിഷത്തിൽ അദ്ദേഹം ചെയ്യുന്നത് എനിക്കിഷ്ടമല്ലെന്നും വെള്ളിയാഴ്ച ഓവൽ ഓഫീസിൽ വെച്ച് ട്രംപ് വ്യക്തമാക്കി. ട്രംപിന്റെ അതേ വികാരം പൂർണ്ണമായി പങ്കുവയ്ക്കുന്നുവെന്ന് അറിയിച്ച മോദി ഇന്ത്യയും യുഎസും തമ്മിൽ വളരെ ക്രിയാത്മകവും കാഴ്ചപ്പാടുള്ളതും സമഗ്രവും തന്ത്രപരവുമായ പങ്കാളിത്തമുണ്ടെന്നും എക്സിൽ കുറിച്ചു. കഴിഞ്ഞ 2 ദശാബ്ദത്തിനിടയിലെ ഏറ്റവും മോശമായ ഘട്ടത്തിലൂടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കടന്നുപോകുന്നുവെന്നാണ് സൂചന. ഇന്ത്യയുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കാൻ തയ്യാറാണോ എന്ന ചോദ്യത്തിനായിരുന്നു ട്രംപ് മോദിയെ പ്രകീർത്തിച്ചും ഇന്ത്യയുമായി പ്രത്യേക ബന്ധമാണെന്നും പറഞ്ഞത്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിലെ ഇടപെടൽ സംബന്ധിച്ചും താരിഫ് സംഘർഷങ്ങളെയും തുടർന്ന് മോദിയും ട്രംപും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വന്നുവെന്നാണ് റിപ്പോർട്ടുകളുള്ളത്. ഇതിനുശേഷം ഇതാദ്യമായാണ് ഇരു നേതാക്കളും പരസ്പരം പ്രകീർത്തനങ്ങളുമായി വീണ്ടും ഒന്നിക്കുന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. ഇന്ത്യയും റഷ്യയും യുഎസിന് നഷ്ടപ്പെട്ടുവെന്ന് താൻ കരുതുന്നില്ലെന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. 50% എന്ന ഭീമൻ തീരുവ ചുമത്തിയിട്ടും ഇന്ത്യ ഇപ്പോഴും റഷ്യൻ എണ്ണ വാങ്ങുന്നതിൽ കടുത്ത വിയോജിപ്പും അമർഷവും തനിക്കുണ്ടെന്നും ട്രംപ് വൈറ്റ് ഹൌസിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു. ഇന്ത്യയും റഷ്യയും അമേരിക്കയ്ക്ക് നഷ്ടപ്പെട്ടുവെന്നും ചൈനയ്ക്ക് നേട്ടമായെന്നുമുള്ള പരിഹാസ ചുവ കലർന്ന തന്റെ മുൻ ട്രൂത്ത് സോഷ്യൽ പോസ്റ്റിലാണ് ട്രംപിന്റെ വിശദീകരണം. ഇന്ത്യ, ചൈന, റഷ്യ തലവന്മാർ ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിക്കിടെ കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെയായിരുന്നു ഇരുണ്ട ചൈനയിലേക്ക് യുഎസ് റഷ്യയെയും ഇന്ത്യയും നഷ്ടപ്പെടുത്തിയെന്ന് പരിഹാസരൂപേണ കുറിച്ചത്. ഇരു രാജ്യങ്ങൾക്കും ഒന്നിച്ച് ശോഭനമായ ഭാവി ഉണ്ടാകട്ടെ എന്ന് ട്രംപ് കുറിച്ചിരുന്നു. മോദിയുടെയും ഷീ ജിൻപിങ്ങിന്റെയും പുടിന്റെയും ചിത്രം പങ്കുവച്ചായിരുന്നു ട്രംപിന്റെ പരിഹാസം.